ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒമാനിലെ പരമ്പരാഗത ഭക്ഷണ പാരമ്പര്യമായ ഷുവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. പ്രധാനമായും ഒമാനിലെ വില്ലേജുകളിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു ട്രഡീഷണൽ ഫുഡാണ് ഷുവ. ഇത് ഈദ് പോലുള്ള ദിവസങ്ങളിലാണ് തയ്യാറാക്കപ്പെടുന്നത്. പ്രത്യേക മസാലകളിൽ പൊതിഞ്ഞ ആടിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ പോത്തിൻ്റെയോ മീറ്റ് ഒരു ദിവസം മുഴുവൻ കിണർ തയ്യാറാക്കിയിട്ട് അതിലിറക്കി വെച്ച് ആണ് ഇത് തയ്യാറാക്കുന്നത്. വളരെയധികം സോഫ്റ്റായി സ്റ്റീമായിട്ടാണ് നമുക്ക് ഈ മീറ്റ് റെഡിയാവുക. അപ്പോൾ വളരെയധികം രുചികരമായ ഈ വിഭവം ഒമാനിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒമാൻ വീടുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഡിഷ് കൂടിയാണ് ഷുവ. ഹോട്ടലുകളും മറ്റും നമുക്ക് ഷുവ ലഭ്യമാണെങ്കിലും അതൊന്നും ഈ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റുമായിട്ട് അധികം കമ്പയർ ചെയ്യാനായില്ല. ഒരുപാട് വില്ലേജുകളുള്ളൊരു നാടാണ് ഒമാൻ. അതുപോലെ തന്നെ ഒരുപാട് പൈതൃക പാരമ്പര്യം കൂടി അവകാശപ്പെടാൻ ഒമാനിനുണ്ട്. നിങ്ങൾ ഒമാനിൽ വന്ന് ഷുവ കഴിച്ച് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈന്തപ്പനയോല കൊണ്ട് നെയ്തെടുത്ത ഇതുപോലുള്ള ചാക്കുകളിലാണ് നമ്മുടെ ഷുവ തയ്യാറാക്കിയിട്ട് ഇതുപോലുള്ള കുഴികളിലോട്ട് ഡംപ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡംപ് ചെയ്യാൻ ഒരുപാട് പേരുടെ പ്രയത്നം ആവശ്യമാണ്. ഒരുപാട് പേര് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അതങ്ങനെ മൂടി വെച്ച് ഒരു ദിവസം മുഴുവൻ മസാലയും തേച്ച് നല്ലപോലെ കുക്ക് ചെയ്യാൻ വേണ്ടി ആ കിണറിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം അത് അതേപോലെ അടയ്ക്കും. എന്നിട്ട് മണ്ണിട്ട് മൂടി വെക്കും. ഇതിലെടുത്ത് പറയാൻ എനിക്കേറെ ഇഷ്ടം മട്ടൻ തന്നെയാണ്. നാട്ടിലെ മട്ടനിൽ നിന്നും എൻ്റെലി ഡിഫറെൻ്റാണ് അറബ് നാടുകളിലെ മട്ടൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മട്ടനിൻ്റെ ഫ്ലേവർ എൻ്റെലി ഡിഫറെൻ്റാണ്. ഒന്ന് കഴിച്ച് നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിപ്പിക്കാൻ തോന്നിക്കുന്ന എന്തോ ഒന്ന് ഈ രുചിയിൽ അടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. എന്നാൽ പിന്നെ കാണാം.